ഫ്രണ്ട്സ്, നമ്മൾ സബ്ജക്റ്റ് വെർബിന് തമ്മിലുള്ള പൊരുത്തം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ സെക്ഷനിൽ തന്നെ നമ്മൾ ഇതിൻ്റെ സബ്ജക്റ്റ് വരുമ്പോൾ വെർബ് എങ്ങനെ വരണം എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ചയാണ്. ഈ സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈച്ച്, ഐദർ, നെയ്തർ, എവരിവൺ, വൺ ഓഫ് എന്നീ സബ്ജക്റ്റ് വരുമ്പോൾ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഈച്ച്, ഐദർ, നെയ്തർ, എവരിവൺ, വൺ ഓഫ് as a subject is always singular and so the verb is singular. അതായത് ഈച്ച്, ഐദർ, നെയ്തർ, എവരിവൺ, വൺ ഓഫ് എന്നീ വാക്കുകൾ ഒരു വാക്യത്തിൽ സബ്ജക്റ്റായി വരുമ്പോൾ അതെപ്പോഴും ഏകവചനമായിരിക്കും. അപ്പോൾ ക്രിയയും ഏകവചനത്തിൽ തന്നെ ആയിരിക്കണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് വാസ് ഗിവൺ എ പ്രൈസ്. ഐദർ ഓഫ് ദ ടു ബോയ്സ് ഹാസ് ഡൺ ദ മിസ്റ്റേക്ക്. നൈദർ ഓഫ് ദ സ്റ്റുഡൻസ് വാസ് ആബ്സെൻറ്റ്. എവരി വൺ ഓഫ് ദ വർക്കേഴ്സ് വാസ് ഓൺ സ്ട്രൈക്ക്. വൺ ഓഫ് മൈ പെൻസ് ഹാസ് ബീൻ ലോസ്റ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻ ഓഫിന് മുമ്പ് വരുന്ന ഈച്ച്, ഐദർ, നൈദർ, എവരിവൺ, വൺ അവയാണ് ശ്രദ്ധിക്കുന്നത്. ഓഫിന് ശേഷം വരുന്ന ദ പ്ലേയേഴ്സ്, ഓഫ് ദ ടു ബോയ്സ്, ഓഫ് ദ സ്റ്റുഡൻസ്, ഓഫ് ദ വർക്കേഴ്സ്, മൈ പെൻസ് അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രപ്പോസിഷനായ ഓഫിന് മുമ്പ് വരുന്നതാണ് സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഈച്ച്, ഐദർ, നെയ്തർ, എവരി വൺ ഓഫ് വരുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം കൂടെ ഈ സെക്ഷൻ പഠിക്കുകയാണ്. ആൻഡ് ഒരു വാക്യത്തിലോ രണ്ടോ അതിലധികമോ ഏകവചന നാമങ്ങൾ ചേർത്ത് പരസ്പരം ബന്ധിപ്പിക്കേണ്ടി വരുമ്പോൾ വെർബ് ബഹുജനമായിരിക്കും. അത് നൗണോ പ്രോനൗണോ വരുമ്പോഴും വെർബ് ബഹുജനമായിരിക്കും. നമുക്ക് എക്സാമ്പിൾ കുറച്ച് നോക്കാം. എയർ ആൻഡ് വാട്ടർ ആർ നെസസറി ഫോർ ലൈഫ്. ഹി ആൻഡ് ഐ വെയർ ഓൾഡ് ഫ്രണ്ട്സ്. ഗാന്ധിജി, നെഹ്റു ആൻഡ് പട്ടേൽ വെയർ ദ ബിൽഡേഴ്സ് ഓഫ് ഫ്രീ ഇന്ത്യ. ജോൺ ആൻഡ് ഹിസ് ഫാദർ ഹാവ് അറൈവ്ഡ്. ഇവിടെ നമ്മൾ ആൻഡ് ചേർത്ത് വരുന്ന നൗണും പ്രോനൗണും വെർബ് എപ്പോഴും ബഹുവചനമായിരിക്കും. ഇപ്പോൾ ഈ സെക്ഷനൂടെ നമ്മൾ സബ്ജക്റ്റിനോടൊപ്പം ഇനിയും ഒരുപാട് സെക്ഷൻസ് പഠിക്കാനുണ്ട്. ഈ സെക്ഷനും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. കൂടുതൽ നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ സെക്ഷൻസ് കൈകാര്യം ചെയ്യും. ഈ സെക്ഷൻ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ച ഈച്ച്, ഐദർ, നെയ്തർ, എവരിവൺ, വൺ ഓഫ്, ആൻഡ് എന്നിവ ഒരു സെൻറ്റൻസിൽ വരികയുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റും വെർബും സിംഗുലർ ആയിരിക്കും.